പുഴക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ ഏതാനും ചില സിവിൽ പോലീസ് ഓഫീസർമാർ അതിക്രമം നടത്തിയെന്നാരോപിച്ച് സിപിഎം എരമംഗലം ലോക്കൽ കമ്മിറ്റി രംഗത്ത്. സിപിഎം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും സഹോദരന്മാരുടെയും വീട്ടിൽ കയറി പോലീസ് ഭീകരാന്തരീക്ഷം നടത്തിയതായാണ് ആരോപണം. എരമംഗലം പുഴക്കര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ ദിവസം കല്ലൂർപ്പുള്ളി ക്ഷേത്രത്തിനടുത്തുള്ള കോസ്കോ എന്നു പേരുള്ള ക്ലബിന്റെ പൂരവരവിന്റെ പരിപാടി അവസാനിച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ക്ലബിലുള്ള കുട്ടികളെ ലാത്തിവീശി ഓടിച്ചതാണ് സംഭവങ്ങൾക്ക് തുടക്കമായതെന്നാണ് സിപിഎം നേതാക്കൾ പറയുന്നത്. ഇതിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് കാക്കനാത്തിന്റെ മകൻ അഭിറാമിന്റെ മുഖത്ത് ലാത്തി കൊണ്ടടിച്ചതിന്റെ ഭാഗമായി പല്ല് പൊട്ടുകയും ചുണ്ട് മുറിയുകയും ചെയ്തെന്നും ഇത് ചോദ്യം ചെയ്ത ചെറാത്ത് ബാലകൃഷ്ണനെ വലിച്ചിഴച്ചു കൊണ്ടുപോയെന്നും ഇതിനുശേഷം രാത്രി 12 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ നിന്നും സിവിൽ പോലീസ് ഓഫീസർമാരും മറ്റു ചിലരും ചേർന്ന് ബാലകൃഷ്ണന്റെ സഹോദരനായ ചെറാത്ത് ഹരിദാസന്റെ വീട്ടിലെത്തി ഹരിദാസന്റെ മകൻ സഞ്ജയിനെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ ഏതാനും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരുടെ പേര് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർ പുഴക്കര പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അരുൺകുമാർ എന്ന ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും വിഷ്ണുനാരായണൻ എന്ന് പറയുന്ന ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനും അകാരണമായി ചില ക്ലബ്ബുകളിലെ കുട്ടികളെ മർദ്ദിക്കുകയും ലാത്തി കൊണ്ട് ഭീകരമായി അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇവർ പറയുന്ന പ്രതികൾ പോലുമല്ലാത്ത 18-നും 20-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളെ വളരെ മൃഗീയമായി ഒരു സ്വകാര്യ കാറിൽ വന്നു അവരുടെ വീടുകളിൽ നിന്ന് ഇടിച്ചിറക്കി കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ചിരിക്കുകയാണ്. അന്നേ ദിവസം പരേതനായ കാക്കനാത്ത് കുമാരന്റെയും സുരേഷ് കാക്കനാത്തിന്റെയും വീട്ടിൽ പോലീസ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതായും പരാതിയുണ്ട്. അവിടുത്തെ റൈറ്റർ ജോജോ, ഒരു വിഷ്ണു തമ്പാൻ, ഇങ്ങനെ തുടങ്ങിയ വിഷ്ണു നാരായണൻ, ഉമേഷ് തുടങ്ങിയ ആളുകൾ ജനങ്ങളെ സേവിക്കാനല്ല, മറിച്ച് ക്രിമിനൽ സംഘങ്ങളുമായും മാഫിയ സംഘങ്ങളുമായും മദ്യമാഫിയ സംഘങ്ങളുമായുമാണ് അവരുടെ ചങ്ങാത്തം. ഇതുമായി ബന്ധപ്പെട്ട് സിപിഎം എരമംഗലം ലോക്കൽ കമ്മിറ്റി മുഖ്യമന്ത്രി, DGP, മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട്, മറ്റു ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പരാതി നൽകിയതായി സിപിഎം ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് കാക്കനാത്ത്, റിയാസ് പഴഞ്ഞി, ലോക്കൽ സെക്രട്ടറി P. അജയൻ, T. ഗിരിവാസൻ, പ്രകാശൻ തുടങ്ങിയവർ അറിയിച്ചു. അതേസമയം ആരോപണം പോലീസ് നിഷേധിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ചു എന്ന ആരോപണം പെരുമ്പടപ്പ് പോലീസ് തള്ളി. ഉത്സവത്തിനിടെ ആളുകളെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ പോലീസുകാർക്ക് മർദ്ദനമേറ്റതായും പ്രതികളെ മുഖം നോക്കാതെ നടപടിയെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതായും പോലീസ് അറിയിച്ചു.